അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ബെഡ് വാർസ് ആണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു എങ്ങനെയാണ് ബെഡ് വാർസ് കളിക്കേണ്ടതെന്ന്. നമുക്ക് ഇന്ന് അടുത്ത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങൾ എന്നെ കണ്ടാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം എടുക്കും. അങ്ങനെ കുറേ ലോകത്തൊക്കെയാണ് കളിച്ചിട്ടുണ്ട്. 1 വർഷത്തോളമായി ഇത് കളിച്ചു തുടങ്ങിയിട്ട്. എനിക്ക് എൻ്റെ ഒപ്പമായിട്ട് അതുപോലെ എത്തണമെങ്കിൽ നിങ്ങളൊരു പ്രോ പ്ലെയർ ആയിരിക്കണം. നിങ്ങളൊരു ഒപ്റ്റിമം പ്രിൻസൊക്കെ ആണെങ്കിൽ എൻ്റെ ആ രീതി വരാം. നിങ്ങൾ പിന്നെ എപ്പോഴും ബോറടിച്ചിരിക്കണമെങ്കിൽ രാത്രി 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി തൊട്ട് 9 മണി വരെ എപ്പോഴെങ്കിലും ഞാൻ ഓൺലൈനിൽ കാണാം. നിങ്ങൾ ആ ടൈമിൽ വന്നാൽ മതി. തള്ളിയിടാം. ചേട്ടാ ശുഭദിനം. നമുക്ക് ബെഡ് ഒട്ടിക്കാം. ചാടി ചാടി. ഇനിയിപ്പോൾ ഇവരെല്ലാവരും അടിക്കും. ഇത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും തീരും. ഇവർക്കൊന്നും ശക്തിയില്ല. കണ്ടോ, കൊച്ചു പിള്ളേർ. ഇവിടെ ഓടിയോ? തീർന്നു. എല്ലാവരെയും തീർത്തു. ഇത്രേ ഉള്ളൂ. എളുപ്പം, സിമ്പിളാണ്. നമുക്കടുത്ത് ഗോൾഡ് ആർമർ ആവും. ഇനി നമുക്ക് ബേസിന് നടുക്ക് പോകണം. അവിടെ ഒരു ബോംബിടും. വീണ്ടും ഒരു ബോംബിടും. നമുക്ക് കളിക്കാം. അതുകൊണ്ട് അവിടെ കുറേ നീലമാരുണ്ട്. നീല നമ്മളെ ചുമപ്പ് നമ്മളെ അവൻ നോക്കിയിട്ടുണ്ട്. അവനെ നമ്മളെ ഇവിടെ നമ്മളെ 5 ആളെന്ന് പറയുന്നത് ഡിസ്റ്റൻസിലുള്ളതാണ്. ഓരോ എനിമീസ് എത്ര ഡിസ്റ്റൻസിലാണ് ഓരോ എനിമീസ് ഉള്ളതെന്ന് കാണിക്കണം. അപ്പോൾ ഇവിടെ ഒരു എനിമി ഉണ്ടെന്നാണ് പറയണം. ഇവിടെ അടുത്തെവിടെയോ അടുത്ത് ആർമനൊന്നും ഇപ്പം ആവാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പോവാം. ബാക്കിയുള്ളവരെ എല്ലാ ബെഡും പൊട്ടും. ബാക്കിയുള്ളവരില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരാളെ തീർത്തു അവസാനത്തെ. ശരി, നമുക്കിനി അടുത്ത മാച്ചിൽ പോകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് വരാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ ആ ടിപ്സും കൂടി താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ പുതിയ യൂട്യൂബർ ആയതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ പുതിയതായിട്ട് എന്തെങ്കിലും അതറിയാമല്ല, അത് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടുമെങ്കിൽ എനിക്ക് പറയണം. പിന്നെ നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്യാം. ഞാൻ എല്ലാവരും അപ്സെറ്റ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ഫ്രണ്ട് ആക്കാം. കഴിഞ്ഞ കളിയിൽ മൊത്തം എളുപ്പമായിരുന്നു. ഈ കളിയിൽ മൊത്തം പാടാണെന്നാണ് തോന്നുന്നത്. സ്വന്തം ബെഡിനെ പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് ശ്രമിക്കണം. സ്വന്തം ബെഡ് നമുക്ക് തന്നെ പൊട്ടിക്കാൻ പറ്റില്ല. വേറെ ആരെങ്കിലും വന്ന് പൊട്ടിക്കണം. എപ്പോഴും ഇങ്ങനെ ചെയ്യണം. ആർമർ എന്തിനാന്ന് വെച്ചാൽ വേറൊരാൾ കൂടി ഗോൾഡൻ സോഡ് ഉണ്ടെന്ന് പറഞ്ഞു. ആർമർ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നല്ലത്. അവിടെ മഞ്ഞടിക്കും. ഇത് മഞ്ഞാണ്. മഞ്ഞ വൈകിട്ടുണ്ട്. ആ പച്ചയാണ്. അല്ല, അത് നീലര. നീലര ബേസ് അവിടെ ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല. അവിടെയൊക്കെ മഞ്ഞടി. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ അറ്റാക്കിൻ്റെ സ്പീഡ് കൂട്ടാം, അറ്റാക്കിൻ്റെ പവർ കൂട്ടാം, 2 ഹിറ്റ് ഒരു സമയം കൊടുക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. 6 തന്നെ അടിച്ചാൽ ഇങ്ങനെ വച്ചാൽ മതി. കഴിഞ്ഞ കാര്യം. ഇന്ന് നമുക്ക് അവന്മാരെ ബെഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നിൽക്കുന്നത്. ഇതുള്ളൂ. അവരെ ബെഡ് മുട്ടിച്ച് ഞാൻ ചത്തിട്ടുണ്ട്.
പറയാറേ ഇപ്പൊ പറ്റൂല ഓടിക്കോ ഒരു ഹാർട്ട്. ഇങ്ങനെയാണ് കളി കളിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എത്ര ദിവസമായിട്ട് കളിക്കുന്നതെന്നും പറയണമേ. നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന പപ്പറ്റ് വാങ്ങിച്ചു വയ്ക്കണം. മാക്സിമം പപ്പറ്റ് വാങ്ങിച്ചു വെച്ചാൽ താഴെ ഓടിയിലൊക്കെ വീഴാൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലെ തിരിച്ചു വരാം പപ്പറ്റ് യൂസ് ചെയ്ത്. എൻ്റെ ഫേവററ്റ് കളർ ബ്ലൂ ആണ്. ഞാൻ ബ്ലൂവിലാണ് കൂടുതലും മാക്സിമം പ്രാർത്ഥിക്കുന്നത് ബ്ലൂ ടീമിൽ വരാൻ. എനിക്ക് മറ്റേ പവർ ജമ്പ് എന്നൊക്കെ ഉണ്ട്. ഇതിൽ കുറേ ടൈപ്പ് ഉണ്ട്. ജോലി അത് പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ. അങ്ങനെ ഓരോ ടൈപ്പ് പവർ ഉള്ളവർക്ക് എന്തിനാ കാണിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.